ശരിക്കും നിങ്ങൾ ഈ വാക്കുകൾ ശ്രദ്ധിക്കണം. ഞാൻ ഇവളിവിടെ ഇന്ന് ഇരിക്കുന്നതിന്റെ കാരണങ്ങളാണ് പറയുന്നത്. ഇവളെപ്പോൾ എല്ലാ സ്ഥലത്തും പോയിട്ട് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡാണ്, എല്ലായിടത്തും പറയൂ എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട്, എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് എല്ലാ സ്ഥലത്തും, ഫാമിലീസ് ആയിക്കോട്ടെ, നെബേഴ്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഇനി ഈവൻ നിങ്ങളെ പ്രോഗ്രാമിന് പോലും. പക്ഷെ ഇവിടെ എന്താ ആക്ച്വലി ശരിക്കും നടക്കുന്നതെന്ന് അറിയുമോ? ഞാൻ സപ്പോർട്ട് ചെയ്തത് ഇവള് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാൻ വേണ്ടിയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആവശ്യമില്ല, ഇപ്പം തൽക്കാലം ആവശ്യമില്ല, നാളെ എന്താണെന്നറിയില്ല. അപ്പം ഞാൻ എന്താ ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ മോൻക്ക് കൊടുക്കുന്ന ഓരോ സംഭവങ്ങളും, ടോയ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്വീറ്റ്സ് ആയിക്കോട്ടെ, എന്തും അവനെ കണ്ട് കെയർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്നോട് എപ്പോൾ നൈറ്റിൽ നമ്മൾ കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്നോട് സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഉപ്പ 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് പാസ്സായി കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ റിങ് എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഉപ്പ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഉപ്പ എന്നെ ഫോൺ വിളിച്ചിട്ട് നാളെ എക്സാം ഇല്ല മോളെ നേരത്തെ ഉറങ്ങണേ എന്ന് പറയാറുണ്ടായിരുന്നു എന്ന്. മൂപ്പര് ഇവളെ ഫാദർ, ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഫാദർ ഖത്തറിലായിരുന്നു. ഞാൻ കല്യാണം കഴിച്ചിട്ട് 1 വർഷത്തിന് ശേഷം മൂപ്പര് ചെറിയൊരു ഡിസീസ് വന്നിട്ട് ഒരാൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഇവളെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഇവളെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂ ആളാണ് ഞാൻ. ഫാദർ നഷ്ടപ്പെട്ടു പോയ ഒരാളും നമ്മളാണ് ചെറിയൊരു ഏജും. അപ്പോൾ ആ ഒരു ഏജിൽ ഇവൾ എന്നോട് പറയുന്നത് കൂടുതലായിട്ട് സംസാരിക്കുന്നത് ഇവളെ ഫാദറിനെ പറ്റിയിട്ടാണ്. ഞാൻ ഒരിക്കലും അത് കേൾക്കാത്ത മാതിരി ആക്കൂല എന്ന് പറഞ്ഞാൽ ഇവളെ പ്രയാസമാണത്. ഒരു ഫാദർ ഒരു 18ാമത്തെ വയസ്സിൽ, കാരണം ആ ഒരു ടൈമല്ലേ. അപ്പോൾ ഈ സമയത്ത് എന്താ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് പറഞ്ഞാൽ, പിന്നെ ഇവള് ഫാദറിന്റെ ഓരോ സംഗതികൾ, ഞാൻ 8ാം ക്ലാസ്സിൽ നിന്ന് പാസ്സായ സമയത്ത് എനിക്ക് ഗോൾഡിന്റെ റിങ് തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ 9ാം ക്ലാസ് സമയത്ത് എനിക്ക് ഷൂ വാങ്ങിച്ചിട്ടായിരുന്നു. ഇവള് ഫാദറിനെ പറ്റി. അപ്പൊ ഞാൻ ആക്ച്വലി ഇത് ശരിക്കും മനസ്സിലാക്കി, എൻ്റെ മനസ്സിൽ ശരിക്കും ഇത് കയറി. ഇതാണ് ഇവളിവിടെ ഇരിക്കാനുള്ള കാരണം. ഇവളും ഫാദറും തമ്മിലുള്ള ബോണ്ട് ഞാൻ ശരിക്കും മനസ്സിലാക്കി. പിന്നെ ആക്ച്വലി ഇവള് എൻ്റെ വൈഫ് മാത്രമാണ്, ഇവൾ എൻ്റെ അടിമയല്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. ഞാൻ പൊതുവെ ആസ് എ വുമൺ എന്ന നിലയ്ക്ക് ഞാൻ ഇവളെ റെസ്പെക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ. ഞാൻ തമാശകളെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും എന്ത് ഇത് വന്നു കഴിഞ്ഞാലും ഞാൻ ഇവളെ റെസ്പെക്ട് ചെയ്യും ആസ് എ വുമൺ. ഇവളൊരു സ്ത്രീയാണ്, ഇവളെൻ്റെ ഭാര്യ, എൻ്റെ അടിമയൊന്നല്ലല്ലോ. അപ്പോൾ ഇവളെ ഫാദറായിട്ടുള്ള ബോണ്ട് ഞാൻ ശരിക്കും ആക്ച്വലി നല്ലോണം മനസ്സിലാക്കിയ ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണ് ഇവള് ആ പഠിക്കുന്ന സമയത്ത്, പിന്നെ നിങ്ങൾ ഈ ടൈപ്പിംഗ് ഇല്ലേ, ഇവള് 33ാമത്തെ വയസ്സിൽ റിപ്പീറ്റ് നിങ്ങളെടുത്ത് തന്നെ ടൈപ്പിംഗ് പഠിക്കുന്നത്. പക്ഷേ ഇവൾ ഏകദേശം ഒരു +2 സമയത്ത് അല്ലെങ്കിൽ +1 എത്തിയ സമയത്ത് ഇവൾ അറബിക് ടൈപ്പിങ്ങും അതേപോലെ തന്നെ ഇംഗ്ലീഷ് ടൈപ്പിങ്ങും പഠിപ്പിച്ച വ്യക്തിയാണ്. മൂപ്പര് IT ഫീൽഡിൽ ബന്ധമുള്ള ഒരാളാണ്. പഠിപ്പിച്ചതല്ല, ആ മെഷീൻ വീട്ടിൽ കൊണ്ടുവച്ച് അപ്പൊ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. അതേ എൻ്റെ ഒരു 3rd 4th സ്റ്റാൻഡേർഡിന് കമ്പ്യൂട്ടർ ഇറങ്ങിയപാട് കമ്പ്യൂട്ടർ വീട്ടിൽ വാങ്ങി തന്നിനി. അന്നേരം നമ്മൾ ഈ ഗെയിം കളിക്കലോ അല്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് മൂപ്പർക്ക് ശരിക്കും പറഞ്ഞാൽ ദീർഘവീക്ഷണമുള്ള ആളാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു വിഷയം, ഞാൻ മൂപ്പർ 1 വർഷം കാണുന്നുണ്ട്. കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് മൂപ്പർ മരണപ്പെടുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മക്കളെ എങ്ങനെ കെയർ ചെയ്യുന്നുള്ളത് ഞാൻ 1 വർഷം കൊണ്ട് പഠിച്ചതാണ്. മൂപ്പർ വിദ്യാഭ്യാസത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ഹസ്ബൻഡ് ആയതിൻ്റെ പേരിലല്ല ഞാൻ ഇവളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ അവളോട് ലാസ്റ്റ് നിങ്ങളെ ഈ പ്ലേസ്മെന്റിന്റെ ഇവിടെ ഒരു കേക്ക് കട്ടിങ്ങെല്ലാം കൊടുത്തിട്ടില്ലേ, ഈ കേക്ക് കട്ടിങ്ങെല്ലാം കൊടുത്തിട്ട് ലാസ്റ്റ് പുറത്ത് വന്നിട്ട് ഞാൻ ഇവക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തു. അതെന്തോ റിങ്ങായിട്ട് കൊടുത്തത്. ആ റിങ് കൊടുക്കുന്നത് ഞാൻ അവളോട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ എനിക്ക് സംസാരിക്കുന്നതിനൊക്കെ ആക്ച്വലി ഇത് ഞാൻ തന്നതാന്ന് നീ ഒരിക്കലും ചിന്തിക്കണ്ട, ഇത് നിന്റെ ഉപ്പ തന്നതാന്ന് നീ മനസ്സിലാക്കിയാൽ മതി. കാരണം ഉപ്പാക്ക് അത്രത്തോളം ആഗ്രഹങ്ങളുണ്ട്. ഞാനിപ്പോൾ ശരിക്കും ഇതിപ്പോൾ ഒരു മീഡിയയിൽ സംസാരിക്കുന്നതാണെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ആൾക്കാർ നിങ്ങളെ കുറേ പ്രതീക്ഷകളും വെച്ചിട്ട് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാരുണ്ടാവും. കല്യാണത്തിന് ശേഷം ഇങ്ങനെ അടങ്ങി ഒതുങ്ങി കൂടുന്ന പല സ്ത്രീകളും ഇന്ന് പല സ്ഥലത്തുമായിട്ട് കിടക്കുന്നുണ്ട്. അത് ഞാൻ ഭയങ്കര സംഭവമാക്കി എന്ന് പറയുന്നില്ല, എന്നാലും നമ്മൾ ഇവളെ റെസ്ട്രിക്ട് ചെയ്യാണ്ട് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പ്രൈവസി അല്ലെങ്കിൽ ഫ്രീഡം കൊടുത്തിട്ട് എന്താണ് ഒരു ഇപ്പം എനിക്ക് 2 പെൺകുട്ടികളാണ്. അയ്മൻ്റെ വിട്ടെ, അയ്മൻ എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടിയാ നാളെ മറ്റന്നാൾ എവിടെയാ പുറത്തെല്ലാം പോകുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ 2 പെൺകുട്ടികളെ പറ്റി ഭയങ്കരമായിട്ടൊരു വീക്ഷണം ഉണ്ട്. നാളെ അത് ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിയില്ല. പക്ഷെ എൻ്റെ പ്രതീക്ഷകൾ അവളെ കെട്ടുന്ന ആൾക്കാർ, അവരെ കല്യാണം കഴിക്കുന്ന ആൾക്കാർ അത് ശ്രദ്ധിച്ച് അത് കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഞാൻ ശരിക്കും സത്യം പറഞ്ഞ സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം അതാണ് ഇവളിൽ ചെയ്തത്. ഇവിടെ ഉപ്പ എന്താണോ ചെയ്ത് കൊടുക്കേണ്ടത് അതാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കൊണ്ടിരുന്നത്. അല്ലാണ്ട് ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് ഞാൻ ഇവളെ ഒരു സപ്പോർട്ടും ചെയ്തിട്ടില്ല. ഇത് സത്യമാണ്, ഇത് ഫാക്റ്റാണ്.